ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡ്രസ്സൊക്കെ എന്താ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഡ്രസ്സ് മടക്കി വെക്കുന്നത് എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രസ്സ് ഫോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ? എന്നാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു രീതി ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറേ രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണയായിട്ട് ഡ്രസ്സ് മടക്കി വയ്ക്കുന്ന ഒരു രീതി. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാം. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. കുർത്ത ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ കുർത്തയല്ല. കോട്ടൻ്റെ കുർത്തയാണെങ്കിൽ വളരെ ഈസിയാണ്, മടക്കിയാൽ അതേപോലെ ഇരുന്നോളും. ഇത് ഇച്ചിരി ഒഴുകിയിരിക്കുന്ന മെറ്റീരിയലാണ്, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ ബെഡിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലോ കുർത്ത വിരിക്കുക. കുർത്തയുടെ ബാക്ക് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വിരിച്ചിടുക. ഇത് രണ്ട് വശവും സ്ലിറ്റ് വരുന്ന കുർത്തയാണ്, അതോടൊപ്പം തന്നെ ഫ്രണ്ടിലും സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ചെയ്യുന്നത് ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും നടുവിലേക്ക് ഈ കാണുന്നത് പോലെ മടക്കുകയാണ് ചെയ്യുന്നത്. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചിറങ്ങി എന്നാൽ ഷോൾഡറിൽ നിന്ന് കുറച്ച് കയറിയുള്ള ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മടക്കാനായിട്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മടക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നും ആ ഒരു മിഡിൽ പോർഷനിലേക്ക് മടക്കി വയ്ക്കുക. അങ്ങനെ മടക്കുമ്പോഴും നെക്കിൻ്റെ പോർഷൻ എത്തുമ്പം നെക്കിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം, എന്നാൽ ഷോൾഡറിൽ നിന്ന് കുറച്ച് കയറി. നമ്മൾ ഒരു സൈഡിൽ എങ്ങനെയാണോ എടുത്തത് ഏകദേശം അതേ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മറുവശത്തും എടുക്കുക. അങ്ങനെ വേണം മടക്കാനായിട്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, നെക്കിൻ്റെ അവിടെ നിന്ന് ഒരല്പം മാറി എന്നാൽ ഷോൾഡറിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മടക്കുന്നത്. പിന്നെ ഫുൾ സ്ലീവ് ആണെങ്കിലും ഹാഫ് സ്ലീവ് ആണെങ്കിലും എന്ത് ചെയ്താൽ മതി, അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് മടക്കി വെച്ചാൽ മതി. ഇത് 3/4 ആണ്, അതാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് അതേപോലെ ഇരുന്നോളും. ഇനി ആ കുർത്തയുടെ ബോട്ടം പോർഷനിൽ നിന്ന് ആ നെക്കിൻ്റെ അങ്ങോട്ടേക്ക് അത് മടക്കി വയ്ക്കുക. ഒരു പ്രാവശ്യം മടക്കി ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടി ആ നെക്കിൻ്റെ പോർഷനിലേക്ക്, ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് മടക്കുക. അപ്പം നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുർത്ത മടക്കി കിട്ടും. ഇനി കുർത്തയുടെ ലെങ്ത് അനുസരിച്ച്, ലെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് കുർത്ത ഫോൾഡ് ചെയ്ത ഫൈനൽ ലുക്ക്. അടുത്തത് ബോട്ടം എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ലെഗിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പടി രണ്ട് വശവും ചേർത്ത് ഇതേപോലെ മടക്കുക. താഴെ വരെയും ഒരേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുത്താൽ മതിയാവും. എന്നിട്ടത് ബെഡിലേക്ക് വിരിക്കുക. ചെറിയ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ആ ചുളിവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഞാനിവിടെ ലെഗിങ്സ് കാണിക്കുന്നതേ ഉള്ളൂ. ലെഗിങ്സിന് പകരം നിങ്ങൾക്ക് ഏത് ബോട്ടം വേണേലും ഇതേപോലെ തന്നെ മടക്കി വയ്ക്കാവുന്നതാണ്. ചുളിവൊക്കെ മാറിയ ശേഷം ലെഗിങ്സിൻ്റെ ബോട്ടം പോർഷൻ നേരെ ആ പടിയുടെ അങ്ങോട്ടേക്ക് മടക്കി വയ്ക്കുക. ഇതുപോലെ ഒരു സൈഡിലേക്ക് ചേർത്ത് വേണം വയ്ക്കാനായിട്ട്. അപ്പം മറുവശം നമുക്ക് കണ്ടാലറിയാം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതായിട്ട്. ആ കിടക്കുന്ന ആ പോർഷൻ, ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ പോർഷൻ എന്ത് ചെയ്യണം, അകത്തേക്ക് ഇതുമാതിരി മടക്കി വയ്ക്കുക. ലെഗിങ്സും അല്ലെങ്കിൽ വേറെ സാധാ ബോട്ടമൊക്കെ ആണെങ്കിൽ, ചുരി ബോട്ടം പാൻറ്റൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊന്ന് ജസ്റ്റ് അകത്തേക്ക് ആ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കുന്ന പോർഷൻ മടക്കി വെച്ചാൽ അവിടെ ഇരുന്നോളും. എന്നിട്ട് നേരെ അതൊന്നുകൂടി പടിയുടെ അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നീളം കാണും ഇതിന്. ഇനി ഇത് വേണ്ട, കുറച്ചും കൂടി ഷോർട്ടായിട്ട് മടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പോർഷൻ വലത്തുനിന്ന് ഇടത്തേക്കും മറ്റൊരു പോർഷൻ ഇടത്തുനിന്ന് വലത്തേക്കും മടക്കി വയ്ക്കുക. മടക്കി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ മിഡിലായിട്ട് കുറച്ച് സ്പേസ് ഇടണം. അതല്ലാതെ ചേർത്ത് മടക്കി കഴിഞ്ഞാൽ
അതിൻ്റെ മറുവശം കണ്ടോ, എടുത്ത് നോക്കുമ്പോൾ വളരെ തിക്കായിട്ടിരിക്കും. അതുകൊണ്ട് മടക്കാനുള്ള ഈസിക്കും അതങ്ങനെ തന്നെ ഇരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, ആ മിഡിൽ പോർഷനിൽ ഒരിത്തിരി സ്പേസ് കൊടുക്കുക. ആ സ്പേസ് ഇട്ടിരിക്കുന്ന അവിടെ വെച്ചിട്ട് മടക്കുക. അപ്പോൾ ഒന്നുകൂടി കണ്ടോ, ഷോർട്ടായിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് മടക്കി കിട്ടി. അപ്പോൾ ഇങ്ങനെ ഏത് ചുരി ബോട്ടം പാൻ്റ് ആയിക്കോട്ടെ, സിഗരറ്റ് ബോട്ടം ആയിക്കോട്ടെ, ലെഗിങ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബോട്ടം ഇതുപോലെ മടക്കി സൂക്ഷിക്കാം. അടുത്തത് ജീൻസാണ്. ലെഗിങ്സ് മടക്കിയതുപോലെ തന്നെ ജീൻസും നമുക്ക് മടക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്ക ജീൻസിൻ്റെയും പടി ശ്രദ്ധിച്ചാൽ അറിയാം, ബാക്കിലത്തെ പടിയും ഫ്രണ്ടിലത്തെ പടിയും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മടക്കുന്നതിന് പകരം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇതേപോലെ സൈഡ് വൈസ് മടക്കുക. എന്നിട്ട് ചുളിവെല്ലാം ഒന്ന് നിവർത്തിയ ശേഷം പടിയുടെ ഭാഗത്തേക്ക്, ബോട്ടം സൈഡിൽ നിന്ന് പടിയുടെ ഭാഗത്തേക്കൊന്ന് മടക്കുക. എന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്തിടുന്നവർ കാണുമല്ലോ, വാർഡ്രോപ്പിൽ ഹാങ് ചെയ്തിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടെ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ പോർഷൻ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വയ്ക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളും. ഇനി ഇതൊന്നും കൂടി പടിയുടെ വശത്തേക്ക് മടക്കുക. ഇങ്ങനെയാണ് ഞാൻ ജീൻസ് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ലോ ആക്കിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പക്ഷെ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ, ഡെയിലി ചെയ്യുന്നതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത ബനിയൻ നോക്കാം. ബനിയൻ്റെയൊക്കെ ബട്ടണ് ആദ്യം തന്നെ ഇടുക. എന്നിട്ട് ബനിയനും തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യണം, ബനിയൻ്റെ താഴ്വശത്ത് നിന്ന് നെക്കിൻ്റെ ആ പോർഷനിലേക്ക് മടക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഷോൾഡറിൻ്റെ ആ ഒരു ലെവലുണ്ടല്ലോ, അതിന് മുകളിലേക്ക് പോയി മടക്കി വെക്കരുത്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് വരുമ്പം ആ പോർഷൻ മാത്രം പുറത്തേക്കായിട്ട് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷോൾഡർ ലെവലിന് താഴെയായിട്ട് വേണം മടക്കി വയ്ക്കാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്കിൻ്റെ സൈഡിലേക്ക് മടക്കുമ്പോൾ ഷോൾഡർ ലെവലിന് താഴെയായിട്ട് വേണം മടക്കി നിർത്താനായിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ഒരു കുറച്ച് മാറി, അതുപോലെ ഷോൾഡറിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് ഉള്ള ഒരു പോർഷൻ നോക്കിയിട്ട് അവിടെ വെച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മടക്കുക. അതുപോലെ ബനിയൻ്റെ കൈ എന്ത് ചെയ്യണം, തിരിച്ചൊന്ന് മടക്കി വയ്ക്കുക. ഇതേ രീതിയിൽ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ നെക്കിൽ നിന്ന് എത്രത്തോളം മാറിയാണോ നമ്മൾ മടക്കിയത്, അതേപോലെ തന്നെ ഏകദേശം അതേ ഒരു ലെങ്തിൽ ലെഫ്റ്റിൽ നിന്നും ഷോൾഡറിൽ നിന്ന് ഒരല്പം കയറി നെക്കിൽ നിന്ന് ഒരല്പം ഇറങ്ങി റൈറ്റ് സൈഡ് ചെയ്തതുപോലെ തന്നെ തിരിച്ചും മടക്കുക. ഇപ്പം കണ്ടോ, ഭംഗിയായിട്ട് ആ നെക്കിൻ്റെ പോർഷൻ വന്നോളൂ. ഇനി ആ സൈഡിലെ കൈയും എന്ത് ചെയ്യണം, കൈയുടെ പോർഷനും തിരിച്ചു മടക്കി വെച്ചിട്ട് നേരെ നെക്കിൻ്റെ സൈഡിലേക്ക് മുകളിലേക്ക് മടക്കി കഴിയുമ്പം ബനിയൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് മടക്കി കിട്ടും. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇതുപോലെയൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കിതുപോലെ ചെയ്ത് നോക്കാം. ബനിയൻ ചെയ്തതുപോലെ തന്നെ ആണ് ഷർട്ടും ചെയ്യുന്നത്. ആദ്യം ബട്ടൺ ഇടണം. ഞാൻ അയൺ ചെയ്തിട്ടില്ല, ഈ ഒരു ഡ്രസ്സും അയൺ ചെയ്തിട്ടല്ല. കാരണം ഞങ്ങൾക്ക് നമ്മൾ അയൺ ചെയ്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അയൺ ചെയ്ത പോർഷനിൽ, ആ മടക്കുന്ന പോർഷനിലൊക്കെ ഒരു മടക്കിൻ്റെ പാട് വരും. അപ്പം നമുക്ക് യൂസ് ചെയ്യുമ്പം അങ്ങനെ ആ ഒരു മടക്കുപാട് നിൽക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിത് എടുക്കുമ്പോൾ അയൺ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സും അയൺ ചെയ്തിട്ടല്ല, വാഷ് ചെയ്ത് ഉണങ്ങിക്കഴിയുമ്പം കൊണ്ടുവന്ന് ഇതേപോലെ മടക്കി വാർഡ്രോപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഷർട്ടും ഇങ്ങനെ തന്നെ ബനിയൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. മറിച്ചിട്ടിട്ട് ബോട്ടം പോർഷനിൽ മറിച്ചിടുക എന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് തിരിച്ച് ഷർട്ടിൻ്റെ ബാക്ക് വശം നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ആ കോളർ വരുന്ന പോർഷനിലേക്ക് മടക്കുക. ഷോൾഡർ ലെവലിന് താഴെ നിൽക്കണം ഇതും. അതുപോലെ തന്നെ ആ കോളറിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി എന്നാൽ ഷോൾഡറിൽ നിന്ന് കുറച്ച് കയറി ഉള്ളൊരു ഭാഗത്തുനിന്ന് റൈറ്റ് സൈഡ് ഭാഗം നോക്കിയിട്ട് അവിടെ വെച്ച് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മടക്കുന്നു. ഇത് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ മിച്ചം വരുന്ന സ്ലീവ് തിരിച്ചു മടക്കി ഇതേപോലെ വയ്ക്കുക.
ഒന്ന് കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അയൺ ചെയ്തതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ ചെയ്തതുപോലെ തന്നെ ഏകദേശം അതേ ഒരു ലെങ്തിൽ നെക്കിൻ്റെ അവിടെ നിന്ന് മാറി ഷോൾഡറിൽ നിന്ന് കുറച്ച് കയറി ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് അത് അപ്പുറത്തേക്കും മടക്കുക. ഇവിടെയും കണ്ടോ, ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു മടക്കി വെക്കണം. അതതിനുള്ളിൽ തന്നെ നിൽക്കുന്ന പോലെ ഫുൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വരുമ്പം ആ കൈയുടെ ആ പോർഷൻ പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്യണം. ഇനി നേരെ കോളറിൻ്റെ അങ്ങോട്ടേക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഷർട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, ബനിയൻ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.